എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരു സഹോദരി വന്നിട്ട് ഒരു കമൻറ്റ് ഇടുവാനായിട്ടിടയായി. അപ്പോൾ ആ സഹോദരി പറഞ്ഞത് ഈ ഓയിൽ വിറ്റ് അല്ലെങ്കിൽ എണ്ണ വിറ്റ് പിന്നെ ടവല് വിറ്റൊക്കെ ഒരുപാട് ദേവദാസന്മാർ കള്ള ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, കള്ളന്മാരാകുന്നുണ്ട്, അവരെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതാദ്യം വായിച്ചപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാനാ എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സുവിശേഷ വേല എന്ന് പറയുന്നത് എന്താണ്? ഒരു ആദായ മാർഗമായിട്ട് ഇന്നൊരു 75% ആൾക്കാരും അങ്ങനെ തന്നെ കൊണ്ട് നടക്കുന്നവരാണ്. എന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിനകത്ത് 25% ആൾക്കാർ മാത്രമേ ആത്മാർത്ഥതയോടെ ചെയ്യുന്നുള്ളൂ എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇനി സോഷ്യൽ മീഡിയകളിൽ കൂടെയും വിവിധ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ വിവിധ തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൂടെയൊക്കെ ഇതുപോലെയുള്ള കള്ളന്മാരെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും തെളിവുകളും സഹിതം ആൾക്കാർ പുറത്തോട്ട് വിടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആൾക്കാരെന്താണ് ഇവരുടെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഒന്ന്, അവർക്ക് വചനം അറിയത്തില്ല. രണ്ടെന്താണ്? ഇൻസ്റ്റൻറ്റ് വിടുതൽ മതി, വെയിറ്റ് ചെയ്യാനൊന്നും ടൈമില്ല, ഇൻസ്റ്റൻറ്റ് വിടുതലാണ്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ് വീഡിയോ ആണ്. അപ്പോൾ അതുപോലും കേൾക്കാൻ പറ്റാതെ അതിനകത്തെ വചനം ഏതാണെന്നൊന്ന് ഇതിനകത്തൊന്ന് കമൻറ്റ് ആയിട്ട് ഇടാമോ എന്ന് ചോദിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ പോലും നമ്മൾക്ക് കാണുവാൻ ടൈമില്ല. കാരണം എന്താ? നമ്മൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ നടക്കണം. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയില്ല. ഇൻസ്റ്റൻ്റായിട്ട് നടക്കും, അത് അത്രയും അത്യാവശ്യ ഘട്ടങ്ങളിൽ. അല്ലാത്തയിടത്തൊക്കെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഈ ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം ഇറങ്ങി വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് വിടുതൽ, ഇതിന് മുൻപേ ഞാനൊരു ഇൻസ്റ്റൻറ്റ് വിടുതലിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റ് വിടുതലുകളുടെ പുറകെ പോയി കഴിഞ്ഞാൽ എന്താണ്? ഒന്നും ലഭിക്കത്തില്ല. ചുമ്മാ പണം മിച്ചം, സമയം നഷ്ടമല്ലാതെ മറ്റൊന്നും അതിനകത്ത് ലഭിക്കത്തില്ല. അത് നമ്മൾ ഓർക്കുക. കാരണം ദൈവത്തിൻ്റെ വചനം പഠിച്ച് ആ വചനത്തിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? വിടുതലുകൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അല്ലാതെ നമ്മൾ ഒരു ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ ഒരു ജീവിതത്തിൽ ഒരു കറക്ഷനും വരുത്തുവാൻ തയ്യാറല്ല, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറല്ല. ക്ഷമയില്ലാതെ നമ്മൾ നമ്മുടെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള മിനിസ്റ്റേഴ്സ് വന്ന് നമ്മളുടെ തലയിൽ കൈവച്ചാലും ഒന്നും സംഭവിക്കത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ദൈവത്തിൻ്റെ വചനം വിട്ട് ഒന്നും പ്രവർത്തിക്കുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ വചനപ്രകാരം മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ഇനി ദൈവത്തിൻ്റെ ന്യായവിധി പോലും ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് ദൈവം ന്യായം വിധിക്കുന്നതും എന്നുള്ളൊരു യാഥാർത്ഥ്യവും കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആൾക്കാരെ തെറ്റിച്ച് കളയാൻ ദുരുപദേശങ്ങളുമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇന്ന് എഴുന്നേൽക്കുന്നുണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരും ദൈവവേല ചെയ്യുന്നു എന്ന പേരിൽ ഒരുപാട് ആൾക്കാർ എഴുന്നേൽക്കുന്നുണ്ട്. ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന പൈസ പിടിച്ചു മേടിക്കാൻ കള്ളപ്രവചനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ ഒരുപാട് ചെപ്പടി വിദ്യകൾ നടത്തുന്നത് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ എന്തറിയണം? നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരിക്കണം. രണ്ടാമത് എന്താണ്? ദൈവത്തോട് നമ്മൾ വിവേചന വരം പ്രാർത്ഥിക്കണം. വിവേകം തരണം, വിവേചന വരം ഞങ്ങൾക്ക് തരണമേ എന്നും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി ഈ ഓയിൽ അനോയിൻറ്റിങ്, അതുപോലെ തന്നെ നമ്മുടെ ടവൽ അനോയിൻറ്റിങ്, ഓക്കെ, ഇതൊക്കെ വചനാധിഷ്ഠിതമാണോ എന്ന് ചോദിച്ചാൽ വചനാധിഷ്ഠിതമാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ മുഴുവൻ ഈ തൈലക്കൊമ്പ് കൊണ്ടുള്ള അഭിഷേകം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും, അല്ലേ? ദാവീദ് രാജാവിനെ, ശലോമോൻ രാജാവിനെയൊക്കെ അഭിഷേകം ചെയ്തത് എങ്ങനെയാണ്? തൈലക്കൊമ്പിനകത്ത് തൈലം നിറച്ചിട്ടാണ് എന്ത് ചെയ്തത്? അവരൊക്കെ അഭിഷേകം ചെയ്തതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. ആ തൈലം പ്രത്യേക തരത്തിൽ തയ്യാറാക്കുന്നതാണ്. എനിവേ, എന്തായാലും അതിനകത്ത് നമ്മുടെ ഒലീവ് ഓയിൽ അതിനകത്തൊരു പ്രധാന ഘടകമാണ്. ഓക്കെ, എനിവേ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾക്ക് അങ്ങനെയുള്ളൊരു അഭിഷേകം നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇനി പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോഴോ, പുതിയ നിയമത്തിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ, യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 13 തൊട്ട് 15-ാമത്തെ വാക്യം വരെ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ അവിടെ നമ്മൾക്ക് കാണാം, ആരെങ്കിലും രോഗികളായി കിടക്കുന്നെങ്കിൽ സഭയിലുള്ള മൂപ്പന്മാരെ വരുത്തി അവരെന്ത് ചെയ്യണം? എണ്ണ പുരട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അവർക്ക് സൗഖ്യം വരും, അല്ലേ? അങ്ങനെയുള്ള കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് എന്താണ്? വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യപ്പെടുത്തും എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, ഈ ഓയിൽ അനോയിൻറ്റിങ്ങും ടവൽ അനോയിൻറ്റിങ്ങും ഒക്കെ ലഭിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തുണ്ടായി?
എന്തുണ്ടായിരിക്കണം? വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കത്തുള്ളൂ എന്ന് നമ്മൾക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഓയിൽ അനോയിൻറ്റിങ് പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. ഓക്കെ, ഇനി ഈ ഓയിൽ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെയാണ് കാണിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ടവൽ അനോയിൻറ്റിങ്, അതുണ്ടോ? അതും പറഞ്ഞിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 19-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അപ്പസ്തോലനായ പൗലോസിലൂടെ ദൈവം ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ അപ്പസ്തോലനായ പൗലോസിൻ്റെ അഭിഷേകം വീണ ഉത്തരീയവും റൂമാലും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് രോഗികളുടെ മേലിടുകയും അവിടെ രോഗികൾ സൗഖ്യമാകുകയും ഭൂതങ്ങൾ വിട്ടുമാറുകയും ചെയ്യുന്നതൊക്കെ ഒരുപാട് പേർക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ ഈ ടവൽ അനോയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഈ ഓയിൽ അനോയിൻറ്റിങ്ങും ഒക്കെ പുതിയ നിയമത്തിലും ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഓക്കെ, അത് തെറ്റല്ല. പക്ഷേ ഇതെവിടെയാണ് തെറ്റാകുന്നത്? ഇത് തെറ്റാകുന്നത് എവിടെയാണെന്നറിയാവോ? നമ്മൾക്കറിയാം, ഈ അപ്പസ്തോലന്മാരുടെ അടുത്ത് ഒരു മന്ത്രവാദമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേലെങ്കിലും കൈവെക്കുമ്പോൾ അവർക്കും ഈ അത്യന്ത ശക്തി ലഭിക്കണം, അതിനുള്ളൊരു ഒരു ഒരു വരം എനിക്കൊന്ന് തരണം, നിങ്ങൾ എനിക്ക് തരണമെന്ന് വെച്ചാൽ പുള്ളി പൈസ കൊടുത്ത് അത് മേടിക്കുവാൻ തയ്യാറായിട്ടാണ് ഇരുന്നത്. അപ്പോൾ എന്താ ചെയ്തത്? അപ്പസ്തോലന്മാർ ആ പുള്ളിനെ ശാസിച്ചു അല്ലേ. എന്നിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഈ അഭിഷേകത്തെ പൈസ കൊടുത്ത് മേടിക്കുവാൻ, ദ്രവ്യം കൊടുത്ത് മേടിക്കുവാൻ പറ്റത്തില്ല എന്നുള്ള പറഞ്ഞിട്ട് അവനെ ശാസിക്കുന്നതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇന്ന് പലയിടങ്ങളിലും ഈ അഭിഷിക്തന്മാരെന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവദാസന്മാരെന്ന് പറയുന്ന, അല്ലെങ്കിൽ പാസ്റ്റർമാരെന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ എണ്ണയും അതുപോലെ തന്നെ ടവലൊക്കെ ഇന്ന് കച്ചവടമാക്കി എടുത്തിട്ടുണ്ട് പല സ്ഥലത്തും. പ്രത്യേകിച്ച് എനിക്ക് തോന്നി തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഇതൊരു കച്ചവടമായി മാറിയിരിക്കുന്നത്. പൈസ കൊടുത്ത് മേടിക്കുക. ഈ എണ്ണയും ഇവർ പ്രാർത്ഥിച്ച എണ്ണയാണെന്ന് പറഞ്ഞിട്ട് അത് പൈസ കൊടുത്ത് മേടിക്കുക, ടവല് പൈസ കൊടുത്ത് മേടിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ടീമുകളെ ഉദ്ദേശിച്ച് തന്നെയല്ലേ അപ്പസ്തോലന്മാർ ആ ഒരു മന്ത്രവാദം ചെയ്ത് നടന്ന വ്യക്തിയെ ശാസിച്ച് പറഞ്ഞത്? അവനിലുള്ളത് എന്തായിരുന്നു? അവനിലുള്ളത് ഭയങ്കര ഈർഷ്യയും അങ്ങനെയുള്ള സ്വഭാവമാണ് അവനിലുള്ളത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമൊന്നും ഫ്രൂട്ട്സ് ഒന്നും അവനിലില്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തത്? ദൈവത്തിൻ്റെ ഒരു അഭിഷേകത്തെ പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുമെന്നും അവൻ ധരിച്ചു വെച്ചത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവിടെ ഇങ്ങനെ പൈസ കച്ചവടം, എണ്ണക്കച്ചവടവും ടവൽ കച്ചവടവും നടത്തുന്നവർ എന്തിനു വേണ്ടിയിട്ടാണ്? അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ എണ്ണയ്ക്കകത്തും, പൈസ കൊടുത്ത് മേടിക്കുന്ന എണ്ണയ്ക്കകത്തും, പൈസ കൊടുത്ത് മേടിക്കുന്ന ടവലിനകത്തും ഒരു ദൈവിക അഭിഷേകവും അതിനകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അത് വെറും പൈസ ഉണ്ടാക്കാനുള്ള ഒരു ആദായ മാർഗം മാത്രമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി ഓക്കെ, ഞാൻ പലരുടെ അടുത്തൊന്നും മേടിച്ചിട്ടുണ്ട്, പൈസ കൊടുത്തല്ല, അല്ലാതെ ചില നല്ല ദേവദാസന്മാരുടെ അടുത്തൊക്കെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒന്ന് എണ്ണ പ്രാർത്ഥിച്ച് തരാമോ എന്ന് പറഞ്ഞിട്ട് എണ്ണ പ്രാർത്ഥിച്ച് മേടിച്ചിട്ടൊക്കെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഇന്നും ഇരിപ്പുണ്ട്. ഇന്നും ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചിലപ്പം നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ അത് എടുത്ത് പുരട്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അത് അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ച് തന്നതാണ്, അത് പൈസ കൊടുത്ത് മേടിച്ചതല്ല. അവർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എന്ന് വെച്ചാൽ വലിയ വലിയ ദേവദാസന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, എണ്ണ പുരട്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും തെറ്റല്ല. പക്ഷേ ഇത് തെറ്റാകുന്നത് എവിടെയാണ്? ഇത് പൈസയ്ക്ക് കച്ചവടം നടത്തുമ്പോഴാണ് ഇത് തെറ്റാകുന്നത്. ഈ പൈസയ്ക്ക് കച്ചവടം നടത്തുന്ന ടീമുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന, നിങ്ങൾക്ക് അഭിഷേകമില്ല, ഇനി എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾക്ക് അഭിഷേകം ഉണ്ടായിരുന്നുവെങ്കിൽ ആ അഭിഷേകം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ദൈവത്തിന് പൈസ കൊടുത്ത് മേടിച്ചതാണോ? അല്ല. ദൈവം അഭിഷേകം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് പൈസ കൊടുത്തിട്ടാണോ? അല്ല. അത് ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. അത് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് ദാനമായി കിട്ടി ദാനമായി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ദാനമായി കിട്ടിയത് നീ പൈസയ്ക്ക് വിൽക്കുന്നത് ശരിയാണോ? അല്ല. അതെന്താണ്? അത് മഹാ തെറ്റാണ്. അതിനകത്ത് ഒരു അഭിഷേകവും ഇല്ല. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് നമ്മൾക്ക് പൈസയ്ക്ക് കച്ചവടം നടത്താൻ പറ്റുന്നതല്ല. ഇത് എണ്ണയുടെയും ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ചിലർ ഞാൻ ഇത്ര പൈസ കിട്ടിയാലേ ശുശ്രൂഷിക്കത്തുള്ളൂ എന്നുള്ളവരുണ്ട്. ദേവദാസന്മാർക്ക് നമ്മൾ പൈസ കൊടുക്കണം, അത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ കടമയാണ്. പക്ഷേ നമ്മൾ ഡിമാൻഡ് വെക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ആരെങ്കിലും, ദൈവത്തിൻ്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? ആരെങ്കിലും നിങ്ങളെ ഒരു വീട്ടിൽ സ്വീകരിച്ചാൽ നിങ്ങൾ അവിടെ നിന്നോ. വേല ചെയ്യുന്നവന് കൂലിക്ക് അർഹനാണ്. കിട്ടുന്നത് മേടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ചോദിച്ച് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ?
ഇല്ല. അതുകൊണ്ട് ഈ പൈസയ്ക്കുള്ള മിനിസ്ട്രിയും പൈസ കൊടുത്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിലും അതുപോലെ ടവലും ഒക്കെ കൊടുക്കുന്നത് എന്താണ്? അത് മഹാശുദ്ധ തട്ടിപ്പാണ്. അതിലൊന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലോ ഇല്ല. അത് മാമോൻ്റെ സ്പിരിറ്റാണ്. അത് പൈസ ഉണ്ടാക്കാനുള്ള വെറും ഒരു സ്പിരിറ്റ് മാത്രമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെ കച്ചവടമാക്കുന്നവരുടെ അടുത്ത് നിന്നും ഓയിലും ഇതൊന്നും മേടിക്കാതെ അതിലും ഭേദം കടയിൽ പോയി 10 രൂപയോ 20 രൂപ കൊടുത്ത് പാരച്ചോട്ട് വെളിച്ചെണ്ണ മേടിച്ചിട്ട് വീട്ടിൽ വന്നിരുന്ന് നമ്മൾ തന്നെ ഒന്ന് പ്രാർത്ഥിക്കും. ദൈവമേ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ ശക്തി ഇതിന്മേലൊന്ന് ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിക്കും. അതിനും വാല്യൂ ഉണ്ട് അതിന്. അതല്ലാതെ ഇവരുടെ അടുത്തുനിന്ന് പോയിട്ട് നിങ്ങളിങ്ങനെ പൈസ കൊടുത്തിട്ട് മേടിച്ചുകൊണ്ട് വരുന്നത് ഒരിക്കലും ദൈവികമായൊരു പദ്ധതിയല്ല, ദൈവികമായ പ്രവർത്തനമല്ല. അത് വെറും മാമോൻ്റെ സ്പിരിറ്റാണെന്നും നമ്മൾ തിരിച്ചറിയുക. എന്നാൽ നമ്മൾക്കറിയാം, ദേവദാസന്മാരൊക്കെ പ്രാർത്ഥിച്ച് എണ്ണ കൊടുക്കുന്ന ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഇടങ്ങളുണ്ട്. അതൊക്കെ കുഴപ്പമില്ല, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. കാരണം അതൊക്കെ വചനത്തിലുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് അതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് നമ്മൾക്ക് മേടിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം അവരുടെ മനസ്സിൽ പൈസ ഉണ്ടാക്കാനുള്ള ഒരു ആദായ വിൽപ്പനയായിട്ടല്ല അവർ ചെയ്യുന്നതും. അവരിലുള്ള അഭിഷേകത്തെ അവർ കൈമാറ്റം ചെയ്യപ്പെടുക. നമ്മൾക്കറിയാം, ഇവിടെ ഇപ്പോൾ ഒരു നല്ലൊരു ദേവദാസനുണ്ട്. ഒരാൾ അമേരിക്കയിൽ രോഗിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് ഇത് എത്തിക്കണമെങ്കിൽ ഈ ഒരു രീതിയൊക്കെ നടക്കത്തുള്ളൂ അല്ലേ? എണ്ണ പ്രാർത്ഥിച്ചുകൊണ്ട് പോയിട്ട് അവർക്ക് കൊടുത്ത് അവരത് വിശ്വാസത്തോടെ അത് പുരട്ടി കഴിയുമ്പോൾ എന്താണ്? അവരിലൊരു രോഗസൗഖ്യം വ്യാപരിക്കും. അതൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. എന്നാൽ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് പൈസ കച്ചവടം നടത്തുന്നുണ്ടല്ലോ, അതായത് എണ്ണക്കച്ചവടവും അതുപോലെ തന്നെ ഈ എന്താ പറയുക ടവല് കച്ചവടവും ഒക്കെ നടത്തുന്നത് എപ്പോഴും എന്താണ്? അത് മാമോൻ്റെ സ്പിരിറ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇത് എനിക്ക് ഒന്ന് തമിഴിലും കൂടി ഒന്ന് ചെയ്യണമെന്നുണ്ട്. കാരണം ഇത് തമിഴിലാണ് ഏറ്റവും കൂടുതൽ ഈ പരിപാടി നടക്കുന്നത്. അവിടെയാണ് ഈ തട്ടിപ്പുകൾ മുഴുവൻ അരങ്ങേറുന്നതും. മെയിൻ തട്ടിപ്പ് കേന്ദ്രങ്ങൾ മുഴുവൻ അവിടെയാണ്. കേരളം പുറകോട്ടൊന്നുമല്ല, അവിടെയാണ്. കാരണം അവിടുത്തെ ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരാണ്, അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സത്യമാണെന്ന് വിചാരിച്ച് പൈസ കൊടുത്ത് ഈ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകും. ഇനി ഏത് എണ്ണയാണെങ്കിലും ഏത് ടവലാണെങ്കിലും എന്താണ്? നമ്മളിലുള്ള വിശ്വാസത്തിന്മേലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഞാൻ പൈസ കൊടുത്ത് മേടിക്കുന്നതിൻ്റെ കാര്യമല്ല പറഞ്ഞു. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ദേവദാസൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുപോയി വേറൊരു രോഗിക്ക് കൈമാറുന്നതോ ഒക്കെ എന്താണ്? അവിടെ പ്രവർത്തിക്കുന്നത് എന്താണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ മേലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നതെന്നും കൂടെ നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ നമ്മൾ എന്താണ്? ഇങ്ങനെയുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പൈസ നമ്മൾ ചെലവഴിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.